നമ്മുടെ നചികേതസ് യമധർമ്മരാജാവിൻ്റെ അടുത്ത് ചെന്നപ്പോൾ എനിക്ക് ആത്മരഹസ്യം പറഞ്ഞു തരണം, മനുഷ്യന് മരണമുണ്ടോ അതോ മനുഷ്യൻ അമർത്യനോ എന്ന് പറയണം എന്ന് പറഞ്ഞപ്പോൾ കിട്ടുകിട്ടേ എന്ന് വിറച്ചു ആര്? യമധർമ്മരാജാവ്. അയ്യോ, ഈ ചോദ്യത്തിന് ഞാൻ എങ്ങനെ മറുപടി പറയും? ഈ ചോദ്യത്തിന് മറുപടി പറഞ്ഞാൽ യമധർമ്മരാജാവ് എന്നൊരു സ്ഥാനവും സങ്കല്പവും പോലും ഉണ്ടാവില്ല. എന്താ കാരണം? മനുഷ്യൻ്റെ ശരീരത്തിൽ പ്രകാശിക്കുന്നത് അജരവും അജന്മാവും ആയിട്ടുള്ള ആത്മാവാണ്. ആ ആത്മാവിന് ജനനവും ഇല്ല മരണവും ഇല്ല. ഇത് ഞാൻ തുറന്നു പറഞ്ഞാൽ പിന്നെ യമധർമ്മരാജാവിന് സ്ഥാനം ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് ഈ ചോദ്യം ചോദിക്കരുതേ, അരുതേ, എന്നെ ബുദ്ധിമുട്ടിക്കരുതേ എൻ്റെ പൊന്നുകൂട്ട നചികേതസേ. തനിക്ക് ഞാൻ വേറെ എന്ത് വേണമെങ്കിൽ ഒക്കെ തരാം. എന്ത്? അതിരമണീയങ്ങളായിരിക്കുന്ന സുന്ദരികളെ തരാം. അവരുടെ കയ്യിൽ വീണയുണ്ടാവും, പാട്ട് പാടാനുള്ള ഉപകരണങ്ങളൊക്കെ ഉണ്ട്, അവർ നൃത്തം ചെയ്യും. നിനക്ക് എത്ര രാജ്യം വേണ്ടോ കണ്ണുകൊണ്ട് നോക്കിയാൽ കണ്ണെത്താവുന്നതൊക്കെ ഞാൻ തരാം, ചക്രവർത്തിയാക്കി വാഴിക്കാം. ഇവരുടെ കൂടെ എത്ര കാലം വേണമെങ്കിൽ ജീവിക്കുക, ആയുസ്സിന് ലിമിറ്റില്ലാതെ. ഞാൻ വരൂല്ല, കൊണ്ടുവരൂല്ല. ഇതൊക്കെ പറഞ്ഞപ്പോൾ ആ കുട്ടി പറഞ്ഞ മറുപടി നിങ്ങളെല്ലാവരും ഓർമ്മ വയ്ക്കണം. ശോഭാവാമർത്യസ്യ യദന്തകൈതത് സർവേന്ദ്രിയാണാം ജനയന്തി തേജ അഭി സർവം ജീവിതമൽപമേവ തവൈവ വാഹാസ്തവ നൃത്യഗീതേ. ഔ ഔ ഇതാണ് ഇന്ത്യയിലത്തെ സംസ്കാരം. വിവേകമുള്ള ഒരുവൻ്റെ മുമ്പിൽ ചെന്ന് നിങ്ങൾ എന്ത് നേട്ടങ്ങളും യോഗ്യതകളും സമ്പത്തും സ്വാതന്ത്ര്യവും കൊടുത്താലും അവൻ ചുവന്ന മഷി കൊണ്ട് 2 വരയിട്ടിട്ട് എനിക്ക് വേണ്ടാന്നേ പറയൂ. നമ്മുടെ ധനം അറിവാണ്, ഭക്തിയാണ്, ഭഗവാനാണ്. സന്തോഷമാണ് നമ്മുടെ ധനം, സംതൃപ്തിയാണ് നമ്മുടെ ധനം. സൗഭാഗ്യം സംതൃപ്തി കൊണ്ടേ വരൂ, മക്കളെ കൊണ്ടോ കുട്ടികളെ കൊണ്ടോ ഒന്നും വരില്ല. ന കർമ്മണ ന പ്രജയാധനേന ത്യാഗേനൈകേ അമൃതത്വമാനശു. എത്ര വിശേഷപ്പെട്ട കർമ്മങ്ങൾ ചെയ്താലും നല്ല നല്ല കുട്ടികൾ പറഞ്ഞാലും ധനമുണ്ടായും ഒന്നും നേട്ടം കിട്ടില്ല. നേട്ടം ത്യാഗം കൊണ്ടാണ്. അപ്പോൾ ഈ കുട്ടി എന്താ പറഞ്ഞത്? ശോഭാവാമർത്യസ്യ യദന്തകൈതത് സർവേന്ദ്രിയാണാം ജരയന്തി തേജ. സാധാരണ ഒരു കല്യാണം കഴിച്ച് ഒരു ഭാര്യയോ ഒരു ഭർത്താവോ 2 കുട്ടികളോ ഒക്കെ ആയിട്ട് ജീവിക്കുന്ന സ്ഥലങ്ങളുണ്ടല്ലോ. അവിടെ തന്നെ ഓരോ ദിവസം ചെല്ലുന്തോറും ശരീരത്തിന് വയസ്സും ക്ഷീണവും വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. കണ്ണുകൊണ്ട് നോക്കിയാൽ കണ്ണിന് തേയ്മാനം, നാവ് കൊണ്ട് രുചിച്ചാൽ നാവിന് തേയ്മാനം, ചെവി കൊണ്ട് കേട്ടാൽ ചെവിക്ക് തേയ്മാനം. സർവേന്ദ്രിയാണാം ജരയന്തി തേജ. എത്ര ഇന്ദ്രിയ സുഖഭോഗങ്ങൾ അനുഭവിച്ചാലും ആ സുഖഭോഗങ്ങൾ കൊണ്ട് സംഭവിക്കുന്നത് ഇന്ദ്രിയങ്ങളുടെ തേജസ്സിന് ഹാനിയാണ്. അഭി സർവം ജീവിതമൽപമേവ. അങ്ങ് പറയണു 100 കൊല്ലം ജീവിക്കുമെന്ന്. എന്താ ഈ 100 കൊല്ലം? യമധർമ്മരാജാവേ, ഞാനൊരു ബോർഡ് എടുത്തുകൊണ്ട് വരട്ടെ, അതിൽ അങ്ങ് കാലത്തിൻ്റെ നീളമൊന്ന് അങ്ങോട്ട് വരയ്ക്കൂ. ആ നീളത്തിലെ ഈ 100 കൊല്ലം എന്ന് പറയുന്നത് എത്രയാ? കാലം അനന്തമാണ്. അനന്തകാലത്തിൽ 100 കൊല്ലം ജീവിച്ചാൽ എന്തെങ്കിലും ആവോ അത്? അഭി സർവം ജീവിതമൽപമേവ. എത്ര നീണ്ട ജീവിതമായാലും അല്പമായേ തോന്നുള്ളൂ. അതുകൊണ്ട് തവൈവ വാഹാസ്തവ നൃത്യഗീതേ. ഇങ്ങനെയുള്ള പൊന്നു കുട്ടികൾ ജനിച്ച പുണ്യഭൂമിയാണ് ഭാരതം. ആ കുട്ടി എത്രമാത്രം നല്ല വിവേകം കാണിച്ചു. അസലായിട്ട് യമധർമ്മരാജാവിനോട് മറുപടി പറഞ്ഞു. അവർ 2 പേരും നടന്നിട്ടുള്ള സംവാദം ഇന്നും നമ്മുടെ രാജ്യത്തിൽ മാതൃകയായും സംസ്കാര ചൂടാമണിയായിട്ടുമാണ് നിലനിൽക്കുന്നത്.